ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ റീംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ വരുന്ന ബെൽ ബട്ടണും പ്രസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വൈറ്റ് ചിക്കനാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്യുന്നത്. അപ്പം അതിലേക്ക് 3 വലിയ ഉള്ളി കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ല പോലെ ഫ്രൈ ആക്കണം. അപ്പം ഇത് നല്ലോണം ഡീപ്പ് ഫ്രൈ ആവണമെന്നില്ല, കുറച്ച് നല്ലപോലെ ഉള്ളിയുടെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലപോലെ ഒന്ന് ഉടഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ഇത് നമ്മളെ ഉള്ളിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില, ഒരു 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇവിടെ ഞാൻ കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ അതും നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതും കൂടി നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആ മല്ലിപ്പൊടിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി നല്ല പോലെ ഫ്രൈ ആയി കിട്ടുന്നത് വരെ ഫ്രൈ ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചിക്കൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്, ഏകദേശം 1 kg. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നല്ല പോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കണം. അപ്പോൾ ഇത് ഞാനിവിടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ ഇത് വെന്തതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാണ്ട്. അപ്പോൾ ചിക്കൻ വെന്ത് കിട്ടിയതിന് ശേഷം മാത്രമേ പാൽ ആഡ് ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ ഇതൊരു 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. അപ്പോൾ ഇത് ചിക്കൻ്റെ വെള്ളമൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. ഇത് ഞാൻ വെള്ളം ആഡ് ചെയ്തതല്ല, ചിക്കൻ്റെ തന്നെ വെള്ളം വന്നെയാണ്. അപ്പോൾ അതേ വെള്ളത്തിൽ തന്നെ ചിക്കന് വെന്ത് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ 2ആയിട്ട് എടുക്കണം. 1-ാം പാല് 2-ാം പാലുമാണ് എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ഞാനിവിടെ വെള്ളം വറ്റിയതിന് ശേഷം 2-ാം പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുത്ത് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. നല്ലപോലെ വേവണമെന്നില്ല, നമ്മൾ ചിക്കൻ വെന്തതിന് ശേഷമാണല്ലോ പാൽ ഒഴിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മൂടി ഒന്ന് തുറന്ന് വെച്ചിട്ട് കുറച്ചുകൂടി അത് വറ്റാൻ കാത്തിരിക്കണം. അപ്പോൾ ഇതൊന്ന് കുറച്ച് നേരം വറ്റിക്കുന്നതിനിടയിൽ നമുക്ക് കാഷ്യൂ പേസ്റ്റ് തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കാഷ്യൂസ്, ഒരു 10-20 കാഷ്യൂസ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്ന് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ലാസ്റ്റാണ് കാഷ്യം ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ച് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ 1-ാം പാല് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി അടച്ച് വേവിക്കണം. ഞാനിവിടെ 1 തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി കുറച്ചും കൂടി കുറുകോളം കാത്തിരുന്നതിന് ശേഷം നമുക്ക് കാഷ്യൂവിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല വാങ്ങിൽ കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച കാഷ്യൂയുടെ പേസ്റ്റ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ ഒന്ന് തിളക്കാൻ വെക്കണം. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റ് ചിക്കൻ റെഡിയായി. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ വീണ്ടും ഒരു കിടിലൻ റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.